രസകരമായ വാർത്തയാണോ? രസകരമല്ല, അടികിട്ടിയ വാർത്ത. അതെ, അക്രമമാണ്. എങ്കിലും എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. മലപ്പുറത്ത് നിന്നാണ് ആ വാർത്ത വരുന്നത്. അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും ബിവറേജിൽ നിന്ന് മദ്യം വാങ്ങിയത് ചോദ്യം ചെയ്ത നാട്ടുകാർക്ക് പോലീസിന്റെ മർദ്ദനം എന്നുള്ളതാണ് ആ വാർത്ത. മലപ്പുറം എടപ്പാൾ കണ്ടനകം ബിവറേജിൽ ഇന്നലെ രാത്രിയായിരുന്നു ഈ അക്രമം. ചങ്ങരംകുളം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. പരിക്കേറ്റ യുവാവിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഞാൻ വീടിന്റെ 100 മീറ്റർ അപ്പുറത്ത് വീട്ടിലേക്ക് സാധനം വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു. അപ്പൊ അതിന്റെ അടുത്ത് ബീവറേജ് ഉണ്ട്. അവിടെ വെച്ചിട്ട് ഒരു 9-9:30 സമയത്ത് രണ്ടുപേര് അവിടെ ബീവറേജ് അടച്ചതിന് ശേഷം അവിടെ മദ്യം വന്ന് ഗേറ്റ് വഴി മദ്യം വന്ന് കണ്ടു. ഞാനത് വീഡിയോ എടുത്തപ്പോൾ അവരെന്നെ എന്നോട് ചോദിച്ചു എന്താണ് വീഡിയോ എടുത്തു. ഞങ്ങൾ കാണാൻ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരെ വേണ്ട എന്നെ മർദ്ദിക്കേണ്ടത്. എന്താണ് സംഭവം എന്നുള്ളത് അരുൺ അമൃതനാഥ് നമ്മളോട് പറയും. അരുൺ, ഓണദിനത്തിൽ വരുന്ന ഒരു അക്രമവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. ഇന്നലെയാണ് സംഭവം നടക്കുന്നത്. എന്താണ് അവിടെ ഉണ്ടായത്? ആരാണ് ആക്രമിച്ചത്? പോലീസ് എന്ന് പറഞ്ഞെത്തിയവരാണോ അതോ പോലീസുകാരോ മറ്റോ ആണോ? പൂജ, അതായത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. 9 മണി വരെയാണ് നമ്മുടെ ബെപ്കോ ഔട്ട്ലെറ്റുകളിൽ മദ്യവില്പനയ്ക്കായി അനുവദിച്ച സമയം. അത് 8:55 ആകുമ്പോൾ തന്നെയും ഈ ആളുകളെയൊക്കെ നിയന്ത്രിക്കുന്നതും ക്രമീകരിക്കുന്നതും ഒക്കെ നമുക്ക് ബെപ്കോ ഔട്ട്ലെറ്റിന് മുന്നിൽ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ 9:30 മണിക്കാണ് രണ്ടുപേര് ഈ ഔട്ട്ലെറ്റിൻ്റെ ഗോഡൗണിന് പിന്നിൽ നിന്ന് ഈ മദ്യവില്പന നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. രണ്ടുപേര് പണം വാങ്ങുകയും കൈകാര്യം ചെയ്യുന്നതൊക്കെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അപ്പോൾ ഇത് മൊബൈലിൽ ദൃശ്യം പകർത്താൻ ശ്രമിച്ചു. അപ്പോൾ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണെന്ന് പറയുകയും മർദ്ദിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് എന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ രണ്ടുപേർ ചേർന്ന് ഇവരെ മർദ്ദിക്കുകയായിരുന്നു. ഇപ്പോൾ പരിക്കേറ്റ യുവാവ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയും കഴിയുകയാണ്. ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഈ മുകൾ നിലയിൽ, ഈ ഗോഡൗണിൽ മുകൾ നിലയിൽ ആയി നമുക്ക് കാണാം ഈ ഔട്ട്ലെറ്റ് ക്ലോസ്ഡ് ആണ്. പൂർണ്ണമായും ഷട്ടറുകൾ താഴ്ന്നു കിടക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ മദ്യവില്പനയ്ക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും മദ്യ വിൽപ്പന നടത്തി എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2 പോലീസുകാരാണ് അത് ചോദ്യം ചെയ്യാനെത്തിയവരെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഒരു ദുരനുഭവം എന്ന് ഒക്കെ പറയാവുന്ന തരത്തിലുള്ള അനുഭവം ഉണ്ടായ യുവാവ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമാണ്. പൂജ, ദൃശ്യങ്ങൾ കൂടിയുണ്ട്. സമയം 9 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. അരുൺ അമൃതനാഥ് തുടരുന്നുണ്ട്. അരുൺ, 9 മണി കഴിഞ്ഞ് 35 മിനിറ്റായി എന്ന് പറയുന്നതൊക്കെ കേൾക്കാം. എങ്ങനെയാണ് സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങനെ ഈ സമയപരിധി കഴിഞ്ഞിട്ടും മദ്യം വിൽക്കാൻ കഴിയുക? സാധാരണ നിലയിൽ ബില്ല് ചെയ്യുകയും അതിൽ സമയം ഉൾപ്പെടെ ഉണ്ടാകുമല്ലോ. ഇങ്ങനെയൊന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ എളുപ്പമാണ്. സാധാരണ നിലയിൽ സംഭവിക്കാത്ത ഒന്ന് എന്താണ്? അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ, വിശദീകരണം വരുന്നുണ്ടോ? അതെ, ഈ മണിക്കൂറിൽ നമുക്ക് വിശദീകരണം ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. പക്ഷേ 2 ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാണ്. കാരണം ബെപ്കോ ഔട്ട്ലെറ്റിൽ നിന്നും അത്തരത്തിലൊരു തിരിമറിക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ 9:30 അരമണിക്കൂർ കഴിഞ്ഞു. ഈ 9 മണിയോട് പൂട്ടുന്ന ഔട്ട്ലെറ്റാണ്. അരമണിക്കൂർ കഴിഞ്ഞും ഈ വിൽപ്പന പുറകുവശത്തായും ഒരു മദ്യക്കടത്ത് എന്നൊക്കെയാണ് ഇവർ ആരോപണമൊക്കെ ഉന്നയിക്കുന്നത്. അത്തരത്തിൽ ഒരു മദ്യക്കടത്ത് എന്നൊക്കെ ആരോപിക്കാവുന്ന തരത്തിൽ ഉള്ള ഒരു വിൽപ്പന എന്തായാലും നടക്കുന്നു. അത് ചോദ്യം ചെയ്യാനെത്തിയ ഈ ദൃശ്യങ്ങൾ പകർത്തിയ ആളുകളെ മർദ്ദിക്കുന്നു എന്ന ക്രൂരമായ ഒരു മർദ്ദനത്തിന് ഇരയാക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. അവർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും പോലീസിൻ്റെയും ബെപ്കോ ഔട്ട്ലെറ്റിൻ്റെയും ഒക്കെ ഔദ്യോഗിക വിശദീകരണം കൂടി രതീഷ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ സംഭവത്തിൽ വരേണ്ടതുണ്ട്. ക്രൂരമായ മർദ്ദനമാണ് ഓണത്തിൻ്റെ തലേ ദിവസം ഒരാൾക്ക് നേരിടേണ്ടി വന്നത്. 9:35 ആയിട്ടും ബിവറേജസ് കോർപ്പറേഷൻ മദ്യവിൽപ്പന നടക്കുന്നു. അത് മൊബൈലിൽ ചിത്രീകരിക്കുന്നു. അതിനുശേഷം മർദ്ദനമേൽക്കേണ്ടി വരുന്നു. പോലീസുകാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മർദ്ദിച്ചത് എന്നതാണ് അദ്ദേഹം നേരത്തെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്.